ജീവിത വിജയം നേടുന്ന ഒരു വ്യക്തിയുടെ സവിശേഷതയായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ തന്നെ ആത്മാർത്ഥമായ വിശ്വാസം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ തന്നെ പ്രവൃത്തികളിൽ, സംസാരത്തിൽ, സ്വന്തം ശരീരത്തിൽ ഒരുപാട് കോൺഫിഡന്റ് ആയിരിക്കും. ഇത്തരത്തിൽ വലിയ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട, സംസാരത്തിൽ ഉണ്ടായിരിക്കേണ്ട, ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ക്വാളിറ്റിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ദ പവർ ഓഫ് എ പോസിറ്റീവ് നോ. നോ എന്ന് പറയാനുള്ള കഴിവ്. നമുക്കറിയാം, ആളുകൾ എന്ത് കാര്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് യെസ് എന്ന് പറയാൻ ഏതൊരാൾക്കും സാധിക്കും. ഇത്തരത്തിൽ വർഷങ്ങളായിട്ട് എല്ലാ കാര്യങ്ങൾക്കും യെസ് മാത്രം പറഞ്ഞുകൊണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമ്മതം മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക. കാരണം എല്ലാ കാര്യങ്ങൾക്കും യെസ് മാത്രം പറഞ്ഞുകൊണ്ട്, എല്ലാത്തിനും സമ്മതം മാത്രം കൊടുത്തുകൊണ്ട് വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രോത്തിന്, അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റിക്ക് അത് തടസ്സമാവുന്നു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഈ യെസ് എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇന്റേണലി ഒരു കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയിട്ട്, നമ്മളോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നിരന്തരം എല്ലാ കാര്യങ്ങളിലും യെസ് മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് നോ പറയാനുള്ള ക്വാളിറ്റി നഷ്ടപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. മീൻസ് നോ എന്ന് പറയാൻ അറിയാത്ത ഒരു വ്യക്തിയുടെ ഡിസിഷൻസ്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആരും ചോദിക്കില്ല. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഫാമിലി ആണെങ്കിലും. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റി പ്രിൻസിപ്പിൾ തന്നെയാണ് യെസ് പറയേണ്ട സ്ഥാനത്ത് യെസ് പറയുക, നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയുക എന്നുള്ളത്. ഇത്തരത്തിൽ യെസ് പറയേണ്ട സ്ഥാനത്ത് യെസ് പറയാനും നോ പറയേണ്ട സ്ഥാനത്ത് ഓപ്പണായി നോ പറയാനും പഠിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായ മൂല്യമുണ്ടാവും, അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ടാവും. അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖല എന്ത് തന്നെയാണെങ്കിലും അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഇത്തരത്തിൽ നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് ആളുകൾ ഉന്നത നിലകളിലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. ഈ നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിരന്തരമായിട്ടുള്ള ആളുകളുടെ സമ്പർക്കത്തിലൂടെയും നല്ല നോളജ് സമ്പാദിക്കുന്നതിലൂടെയുമാണ് നമുക്കത് സാധിക്കുന്നത്. എല്ലാവരോടും യെസ് മാത്രം പറഞ്ഞുകൊണ്ട്, സമ്മതം മാത്രം നൽകിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ആരുടെയൊക്കെയോ അണ്ടറിൽ ജീവിക്കുന്നു എന്നുള്ളൊരു ഫീലായിരിക്കും ഉണ്ടാകുക. ഇത്തരത്തിൽ നോ എന്ന് പറയാൻ മടിയുള്ള ഒരു വ്യക്തിയെ ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ ആധിപത്യത്തിൽ സുഖമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ദ പവർ ഓഫ് എ പോസിറ്റീവ് നോ എന്നുള്ളതിന്റെ വാല്യൂ ഇവിടെയാണ് വരുന്നത്. ആത്മാർത്ഥമായി എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റുകൾ എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ പോസിറ്റീവാക്കി മാറ്റി നിർത്തുന്നത്. അതിന് മെഡിറ്റേഷനും പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് സംസാരങ്ങളും എല്ലാം ആവശ്യമാണ്. ഇത്തരത്തിൽ മൈൻഡ് സെറ്റുകളുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത തരത്തിൽ മറ്റു പല കാര്യങ്ങളിലേക്കും മറ്റുള്ളവർ പോവാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ നോ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട്, ഒരു ദയ എന്നുള്ളതിൽ ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ വാല്യുബിൾ സമയം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മളെ ആളുകൾ നിർബന്ധിക്കുന്നത്. ഒരു ബിസിനസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഹയർ ഗ്രേഡിലുള്ള ആളുകൾ ഓവർ ടൈം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത തരത്തിൽ മറ്റുള്ളവരുടെ പ്രൊജക്റ്റുകളിലേക്ക് നമ്മുടെ ഹെൽപ്പ് കൂടെ അവർ പ്രതീക്ഷിക്കുന്നതിൽ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു യാത്രയിലേക്ക്, ഒരു പാർട്ടിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം അവസരങ്ങളിൽ നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയാൻ സാധിക്കാതെ യെസ് പറയേണ്ടി വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഗ്രോത്ത് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ സെൽഫിഷ് ആവില്ലേ എന്ന ചിന്തകളാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഇത്തരം അവസരങ്ങളിൽ പോസിറ്റീവായിട്ട് നമ്മളൊരു നോ പറയുമ്പോൾ അവിടെ നമ്മൾ സെൽഫിഷ് ആവുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഡിസിഷൻ എടുക്കാനുള്ള ക്വാളിറ്റിയാണ് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇത്തരം അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ കളവ് പറഞ്ഞ് എസ്കേപ്പ് ആവാതെ നമ്മുടെ തീരുമാനം എന്താണെന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂല്യം തന്നെയാണ് മറ്റുള്ള ആളുകളുടെ ഇടയിൽ കൂടുന്നത്. ഇത്തരം ഡിസിഷൻസ് എടുക്കുന്ന ഒരു വ്യക്തി അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുകയും വേണം. സോ ജീവിതത്തിലെ ഒരു പ്രധാന പ്രൊഡക്ടിവിറ്റി പ്രിൻസിപ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തെ കാണുക. പോസിറ്റീവായിട്ട് നോ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.
അത് വരും ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. എന്തായാലും ഒരു ഗ്രോത്ത് നിങ്ങളിൽ സംഭവിച്ചിരിക്കും. പോസിറ്റീവായി നോ എന്ന് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രം: നോ എന്ന് പറയാൻ പഠിക്കുക. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഓപ്പണായിട്ട് ചിരിച്ചുകൊണ്ട് നോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. താല്പര്യമില്ലാത്ത വലിയ ബിസിനസ് തീരുമാനങ്ങളാണെങ്കിൽ പലതും തുടങ്ങി വെച്ച് ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ ഓപ്പണായിട്ട് പവർഫുള്ളായിട്ട് നോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പല ട്രാപ്പുകളിലും പെടാതിരിക്കാനുള്ള ഉപാധിയായിട്ടാണെങ്കിൽ പോലും. ഇത്തരത്തിൽ നോ പറയാൻ പഠിച്ച ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റുകൾ മാറുന്നില്ല, അദ്ദേഹത്തിന്റെ ഗോളുകൾ മാറുന്നില്ല. നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരു ടാർഗറ്റിന് പിറകെ നിങ്ങൾ സഞ്ചരിച്ചാൽ അത് സംഭവിച്ചിരിക്കും. കൂടുതൽ അറിയാൻ ദ പവർ ഓഫ് എ പോസിറ്റീവ് നോ എന്നുള്ള വില്യം അറയുടെ പുസ്തകം വായിക്കുക. യെസ് എന്ന് പറയുന്ന അതേ പവർ നിങ്ങളുടെ നോ എന്ന വാക്കിലും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുന്നു.